നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു സ്റ്റാർ ഫാമിലി. ഓക്കെ, സ്റ്റാർ മെമ്പേഴ്സ്, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ റെഗുലർ റിലേഷൻഷിപ്പ് റീഡിങ് ഇട്ടിട്ടില്ല. കാരണം മറ്റേ റീഡിങ് തന്നെ, ജനറൽ റീഡിങ് തന്നെ കുറച്ച് ലോങ് ആയി. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ട്രാ റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 ദിവസം 3 ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യനിൽ ഇന്ന് ജസ്റ്റ് നമ്മൾ നോർമൽ, കാരണം ജനറൽ ഞാൻ നല്ലോണം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ തന്നെ നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ ഒരു ലൈക്ക് അങ്ങനെ ഒരു ദിവസം റിലേഷൻഷിപ്പ്, ഒരു ദിവസം ജനറൽ, അങ്ങനെ മാറി മാറി ഇടാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ കുറിച്ച് നോക്കാം. ഓക്കെ, കുറച്ച് സിംഗിൾസ് കൂടി ഉണ്ട് എന്നുള്ളൊരു കമൻറ്റ് പറഞ്ഞു ചിലവർ. ഓക്കെ, സോ ഞാൻ സിംഗിൾസിന് വേണ്ടി സ്പെഷ്യലായിട്ട് പറയാൻ ശ്രമിക്കാം. സിംഗിൾസിന് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ആരെങ്കിലും വരുന്നുണ്ടോ, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വരുമോ എന്ന രീതിക്ക് എടുക്കാം ഞാൻ. ആൻഡ് അതിനുശേഷം റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സിറ്റുവേഷനെ പറ്റി, അതായത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, സോ ആദ്യം ഞാൻ ഫസ്റ്റ് ഭാഗം സിംഗിൾസിനായിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, സോ സിംഗിൾസിന് ആദ്യം നോക്കാം. നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികൾ, നിങ്ങളിപ്പോൾ മാരേജ് കഴിഞ്ഞാൽ ഡൈവേഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി സിംഗിൾസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ ലെറ്റ്സ് സീ, നിങ്ങൾക്കൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിന് പോസിബിലിറ്റി ഉണ്ടോ, എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. 5 cards. ഓക്കെ, സി യെസ്, ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ പുതിയ പേഴ്സൺ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ന്യൂ റിലേഷൻഷിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. സിംഗിൾസ് ആണെങ്കിൽ സപ്പോസ് നിങ്ങളുടെ ഓൾറെഡി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി പോയി എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സിംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന രീതിക്കാണ് ഞാൻ പറയുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വ്യക്തി വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങൾക്ക് കെയർ, സ്നേഹം, ഒരു ഫ്രണ്ട്ലി ആയിട്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും പരിചയം ഓൾറെഡി ഉണ്ടാവാം, അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അത് വരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ലൈക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരുന്ന വ്യക്തികളായിരിക്കും. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും, നിങ്ങൾ പരസ്പരം ഒരേപോലെ കെയർ കൊടുക്കുന്നതും, അങ്ങോട്ട് കൊടുക്കുന്ന അതേപോലെ നിങ്ങൾക്ക് തിരിച്ചും കിട്ടും എന്ന രീതിക്ക് എടുക്കാം. പക്ഷെ ഇവിടെ മൈൻഡ് നിങ്ങളുടെയാണ് കൺഫ്യൂസ്ഡ്. ആക്ച്വലി ഞാനത് പറയാൻ റീസൺ ഈ കാർഡ് മാത്രമല്ല, വേറെയും കാർഡ്സ് കണ്ടിട്ടാണ്. നിങ്ങളുടെ മൈൻഡാണ് കൺഫ്യൂസ്ഡ്. നിങ്ങളാണിത് സ്വീകരിക്കാൻ തയ്യാറാവാത്തത്. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിപ്പോൾ ഓപ്പൺ അല്ല. നിങ്ങളുടെ ഇത് കുറച്ച് പേര് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓൾറെഡി നിങ്ങളൊരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നവരായിരിക്കാം. ഓക്കെ, മീൻസ് പാസ്റ്റ് റിലേഷൻഷിപ്സ് എൻഡായി പോയവരായിരിക്കാം, ഡൈവേഴ്സി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മാരേജ്, മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. കാരണം ഇവിടെ 5 cups ഉണ്ട് ഇവിടെ, ആൻഡ് ലോസ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ അതിലിപ്പോഴും സ്റ്റക്കാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിപ്പോഴും ആ പാസ്റ്റിൽ നിങ്ങൾ പറയുന്നുണ്ട്, യെസ് എനിക്ക് വേറെ വ്യക്തി വേണം, അല്ലെങ്കിൽ എനിക്ക് മൂവ് ഓൺ ചെയ്യണം, എനിക്ക് വേറെ റിലേഷൻഷിപ്പ് വേണം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിപ്പോഴും അവിടെ സ്റ്റക്കാണ്, പാസ്റ്റിൽ സ്റ്റക്കാണ്. ഓക്കെ, ആ പാസ്റ്റ് വ്യക്തിയിൽ എന്ന് ഞാൻ പറയുന്നില്ല, ആ വ്യക്തി തന്നെ വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിങ്ങൾ ചിലപ്പോൾ കോൺഷ്യസ്ലി ചിന്തിക്കുന്നുണ്ടാവില്ല അങ്ങനെ. ഓക്കെ, ബട്ട് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം കിടക്കുന്നുണ്ട്. ഓക്കെ, ലൈക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴും ഒരു ബ്ലോക്കേജ് ഉണ്ട്, നിങ്ങളായിട്ട് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോക്കേജ് ആണിത്. നിങ്ങൾക്കിപ്പോൾ ആരെങ്കിലും സപ്പോസ് ഒരു പരിചയപ്പെടാൻ വന്നു എന്ന് വിചാരിക്കും, പുതിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെട്ടു. ഓക്കെ, നിങ്ങളും തോന്നും ഓക്കെ ശരി ഒരു അവസരം കൊടുക്കാം എന്ന് നിങ്ങളും ചിന്തിക്കും. ഒരു ശരി, ഓക്കെ ഞാനത് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ സോറി, വല്ലാതെ ഇരുട്ടായി പോയോ തോന്നി, ഒരു മിനിറ്റ്. ഓക്കെ, ഒരല്പം വെളിച്ചം വരട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, ശരി. ഓക്കെ, നിങ്ങളുടെ മൈൻഡാണ് ഇവിടെ കൺഫ്യൂസ്ഡ് ആവുന്നത്. ബിക്കോസ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ പാസ്റ്റിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ, പാസ്റ്റിലെ ലോസ് എന്ന് പറയില്ലേ, നമ്മുടെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിപ്പോഴും ആ ആളെ തിരിച്ചു വേണം എന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ എവിടെയോ
വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ആവും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഓക്കെ മേ ബി വേറെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പരിചയപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ മനസ്സ് ഉടനെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയും അതേപോലെ സംഭവിച്ചാലോ, വീണ്ടും അതേപോലെ ആയാലോ, ഓക്കെ എന്നെ വിട്ടിട്ട് പോയാലോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സ് ആ ചിന്തയിലേക്ക് പോകും. അത് മാത്രമല്ല അപ്പോഴും നമ്മൾ ആ പാസ്റ്റിനെ കുറിച്ച് കൂടുതൽ ഓർക്കുകയും ചെയ്യും. ഓർക്കുമ്പോൾ ആ വിഷമവും നിങ്ങളുടെ ഉള്ളിൽ വരും. സോ അങ്ങനെയെല്ലാം ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഉള്ളുവലിയെന്നാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ശരിക്കും ഹെർമിറ്റ് കാർഡാണ്. നിങ്ങൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങളായിട്ട് ഇപ്പം സ്വയം ചൂസ് ചെയ്യുന്നതാണ് ഈ ഹെർമിറ്റ് കാർഡ്. അല്ലാതെ നിങ്ങളെ ആരും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ആരും വരാഞ്ഞിട്ടല്ല. ആ വരുന്ന ഒന്നും പക്ഷെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, എവിടെയോ ആ പാസ്റ്റ് ഇപ്പോഴും ആ പാസ്റ്റിൻ്റെ ഹോൾഡ് ഇപ്പോഴും നിങ്ങളുടെ മേലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ നല്ല റിലേഷൻഷിപ്പ് വന്നാൽ പോലും അതിന് തുടക്കങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് പലരും ഐ തിങ്ക് ഫ്രണ്ട്ഷിപ്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണോ അല്ലേ എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കാൻ തയ്യാറല്ല അതൊന്നും. ഓക്കെ, എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ പേടികൾ, നിങ്ങളുടെ മനസ്സിൻ്റെ പേടികളായിരിക്കാം. ഓക്കെ, വീണ്ടും അത് പഴയ പോലെ റിപ്പീറ്റ് ആയാലോ എന്നുള്ള പേടി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നതല്ല, പക്ഷെ നമ്മൾ അറിയാതെ നമ്മളുടെ ഉൾമനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇവിടെ ഹെർമിറ്റ് ഒക്കെ കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്. ബാക്കി കാഴ്ചയും കൂടെ വന്നപ്പോൾ എനിക്ക് ക്ലിയർ ആയി. സോ ഇവിടെ ഹൈ പ്രിസ്റ്റസും ഉണ്ട്. നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ശരിക്കും നല്ലോണം ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അതിനെ നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കുക. ആ ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് വരെ. ഈവൻ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ പോലും, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ ഓക്കെ, ഡിവൈൻ ഫെമിനൈൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ഓപ്പൺ ആക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറെ കൂടി നമ്മൾ എല്ലാം സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരു ഇതൊക്കെയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലോസ്ഡ് ഓഫ് ആണ് വളരെയധികം. നിങ്ങൾ വളരെയധികം ക്ലോസ്ഡ് ഓഫ് ആയി. നിങ്ങളിപ്പോൾ ഒരു സൈലൻസിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ലാതെ ഇരിക്കുകയാണ്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിക്കുകയാണ്. ഓക്കെ, പുറത്ത് പോകാനോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും മീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈവൻ സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കും, അങ്ങനെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാവില്ല, നിങ്ങൾ ചെയ്യില്ല, നിങ്ങളത് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ആക്ച്വലി 9 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഹീൽ ആവണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ശരിക്കും ഇവിടെ സ്റ്റാർ കാർഡാണ്, അത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഹീലിംഗ് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് ആവാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കത് ആ ഹീലിംഗ് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കാരണം എന്താ, ഇപ്പോഴും നിങ്ങൾ ആ പാസ്റ്റിൽ മനസ്സ് സ്റ്റക്കാണ്. നിങ്ങൾ സ്വയം ഇങ്ങനെ എന്താ പറയുക, ഉൾവലിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷിക്കാൻ തന്നെ പേടി എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആ സന്തോഷങ്ങളെ നിങ്ങൾ സ്വയമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സ് അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ അക്ഷയ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യണം. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, നിങ്ങൾ പറയും ഞാൻ ഇതിലൊക്കെ മൂവ് ഓൺ ചെയ്തു, ഞാനിപ്പോൾ ഓക്കെ ആണ് എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ, സിറ്റുവേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിങ്ങനെ നിങ്ങളെ പുറകോട്ട് വലിക്കും. ഓക്കെ, നിങ്ങളുടെ മനസ്സപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും, ഞാനത് സ്വീകരിക്കണോ വേണ്ടേ എന്ന രീതിക്ക്. പേടികളാണ് നിങ്ങൾക്ക്. ഒന്നാമത് നിങ്ങളുടെ ഫിയേഴ്സ് തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സന്തോഷങ്ങൾ വരും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഐ തിങ്ക് ഇപ്പോൾ ആ ഹീലിങ്ങിൻ്റെ ഒരു ടൈം കൂടിയാണ്. നമുക്ക് എടുത്തടിച്ചപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര വേഗം നമുക്ക് പുറത്ത് വേറെ റിലേഷൻഷിപ്പിൽ പോകാനൊന്നും അത്ര വേഗം സാധിക്കില്ല. സോ ഇതിവിടെ ഒരു തരത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കുറച്ച് സമയം തരുന്നതാണ്. അതായത് നിങ്ങൾ അവനവനിലേക്ക് നോക്കൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താ ബ്ലോക്കേജ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ. നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മുമ്പുണ്ടായ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ തടസ്സം വന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ പ്രോബ്ലം വന്നത്. നിങ്ങളുടെ ഉള്ളിൽ തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, ഒരിക്കലും അങ്ങനെയല്ല, അങ്ങനെ എടുക്കരുത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരാളോട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിപ്പോൾ ആക്ച്വലി ഇത് നിങ്ങൾ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുന്ന സ്വഭാവമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടും കൂടി നമുക്ക് കിട്ടണം, അത് വേണം. ഓക്കെ, അത് അത്യാവശ്യമാണ് ഒരു ബന്ധത്തിൽ എന്നാണ് പറയുക. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ വന്നാൽ പോലും നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ അല്ല. അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ. ഓക്കെ, സോ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല എന്ന് ചോദിക്കേണ്ടത്. പിന്നെ നിങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യും. നിങ്ങൾ തന്നെ ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും ഫ്രണ്ട്സായിട്ട് വിളിച്ചു, എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോവാം, കറങ്ങാം, ആരെങ്കിലും മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും ഐ തിങ്ക് നിങ്ങൾ സ്വയം ഒന്ന് ബാക്ക് ആവും. ഓക്കെ, നിങ്ങൾ സ്വയം അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് തനിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം. ഈവൻ പുറത്ത് പോയാലും ഒരു ക്രൗഡിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് നിങ്ങളിങ്ങനെ ഉൾവലിഞ്ഞ് സ്വയം അവനെ ഒറ്റപ്പെട്ട് നമ്മളെന്തോ പറയുമല്ലോ, എന്താണ് ഈവൻ ഇൻ എ ക്രൗഡ് വി ആർ അലോൺ എന്ന രീതിക്ക് പറയും. സോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണിപ്പോൾ.
ഓക്കെ, ബട്ട് യെസ് ഹീലിംഗ് വരും തീർച്ചയായിട്ടും. സ്റ്റാർ ഉണ്ട് ഇവിടെ. സോ ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് സമാധാനം, സൈലൻസ്, ക്വയറ്റ്. അത് മാത്രമല്ല കുറച്ചുകൂടി സ്പിരിച്വൽ ആവാൻ ശ്രമിക്കുക, കുറച്ചുകൂടി ദൈവത്തിലേക്ക് വിശ്വാസങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ പ്രാർത്ഥിക്കുക. പാസ്റ്റിനൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഫിയേഴ്സ്, പേടികളായാലും ശരി, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരും എന്നാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ആ ക്വസ്റ്റൻ ആയിട്ട് ഒന്നുകൂടി എടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാനിത് നിങ്ങൾക്ക് ഇട്ട ശേഷം ഞാനിത് പബ്ലിക് കൂടി ആക്കാൻ തോന്നുന്നു. ബിക്കോസ് ഐ ഫീൽ ഈ മെസ്സേജ് എല്ലാവർക്കും എത്തണം എന്നെനിക്കൊരു തോന്നൽ വന്നു. ഞാനതിനെ പബ്ലിക് കൂടി ആക്കി വിടും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഐ തിങ്ക് പലരും ഇത് കേൾക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങൾക്ക് വേറെ പുതിയ റിലേഷൻഷിപ്പ് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? Oh my god, so beautiful, my goodness. Ace of Swords and Ace of Cups ആണ്. 2 Ace ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ തുടങ്ങുക കുറച്ചുകൂടെ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുക, കോൺഫിഡൻ്റ് ആവുക. നിങ്ങളുടെ നിങ്ങൾ സ്വയം അവനവനിൽ ഒരു വിശ്വാസം കൊണ്ടുവരാം. ഓക്കെ, ആൻഡ് ഈ സ്നേഹം നിങ്ങൾ ആദ്യം അവനവന് കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ഏസ് ഓഫ് കപ്സ് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കിട്ടുന്നത് പലരുടെയും കിട്ടുന്നത് മാത്രമല്ല, നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ നിങ്ങളിൽ തന്നെ ഹാപ്പി ആവുക ആദ്യം. ഫസ്റ്റ് വേണ്ടത് അതാണ്. അങ്ങനെ ആവുമ്പോൾ ഇവിടെ സമയം തിരിഞ്ഞു വരും, സമയം മാറി വരും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ഭാഗ്യം. ഇതൊരു കാർമിക് ഫേസ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണിത്. എന്നിട്ട് നിങ്ങൾ തനിച്ചായാലും നിങ്ങൾ ഹാപ്പി ആവണം എന്നുള്ളതാണ്. ഒരാൾ വേണ്ട നിങ്ങളെ സന്തോഷിപ്പിക്കാൻ. ഓക്കെ, ആരും വേണ്ടാതെ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരാളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവും. ബി കോൺഫിഡൻറ്റ്, ടേക്ക് ആക്ഷൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബോൾഡായിട്ട് ഇറങ്ങിത്തിരിക്കൂ. അതിന് പക്ഷെ ആദ്യം വേണ്ടത് എന്താ? നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, നിങ്ങൾ അവനവനിൽ നിങ്ങൾ ഫുള്ളായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് വേറെ ആൾക്ക് സ്നേഹം കൊടുക്കാനും പറ്റൂ. ഓക്കെ, അത് മനസ്സിലാക്കുക നിങ്ങളെപ്പോഴും. നമ്മൾ അവനവനെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് വേറെ ആളെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് ബി ബോൾഡ്, ബി കോൺഫിഡൻറ്റ്. ഓക്കെ, നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയൂ. നിങ്ങൾ ബോൾഡായിട്ട് ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും, കോൺഫിഡൻ്റ് ആവും. ആൻഡ് ഇവിടെ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ സ്നേഹം നല്ലോണം ഇങ്ങോട്ട് വരും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം സ്നേഹം കിട്ടാനും കൊടുക്കാനും രണ്ടിനും ഉള്ള ഒരു ഇതുണ്ട് ഇവിടെ. എൻ്റെ ഇവിടെ സമയത്തിൻ്റെ കാര്യം പറയുന്നത്, വിധിയുടെ കാര്യം, ഫെയ്റ്റിൻ്റെ കാര്യം പറയുന്നത്. സോ ഈ കാർമിക് ഫേസ് ഈ ഒരു പാഠങ്ങളുടെ ഒരു സമയം. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ലത് വന്നു തുടങ്ങും. ഓക്കെ, സോ ബി റെഡി. പക്ഷെ നിങ്ങളിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സമയമാണ് ഇതിപ്പോൾ. ഓക്കെ, ആദ്യം നിങ്ങൾ അവനവനിലേക്ക് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങളെ ബ്ലോക്കേജ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, കഴിഞ്ഞ പാസ്റ്റിൽ എന്താ പറ്റിയത് എന്ന് ചിന്തിക്കുക. പക്ഷെ ഒരിക്കലും ആ പാസ്റ്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ വിടരുത്. എന്ന് വെച്ചാൽ പാസ്റ്റിലെ വ്യക്തി നിങ്ങളെ എന്തെങ്കിലും വേദനിപ്പിച്ചു, അവർ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പോരാ, നിങ്ങൾ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീസ് അതിലൊന്നും പോകാതിരിക്കാം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ബെസ്റ്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ സ്നേഹം അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് അതാണ് വേണ്ടത്. ഞാൻ സ്നേഹം അർഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടാനും ഞാൻ അർഹനാണ്. പ്ലീസ് സ്റ്റാർട്ട് സെയിങ് ദാറ്റ്. ഓക്കെ, സോ അതാണ് സിംഗിൾസിന്. യെസ്, റിലേഷൻഷിപ്പ് വരും, പക്ഷെ കുറച്ച് നിങ്ങളൊരു ചേഞ്ചസ് വരുത്താനുണ്ട്. ഓക്കെ, ഞാൻ ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടി എടുത്തേക്കാം. റിലേഷൻഷിപ്പിലുള്ളവർക്ക് ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ കൂടി നമുക്കൊന്ന് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കാം. ആൻഡ് കുറേ കാർഡ്സ് ഷഫിൾ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഇത് വേറൊരു ഡെക്കിലാണ്. ഡെക്ക് എവിടെ? ഓ ഓക്കെ, ഫൈൻ. അതിപ്പോഴാണ് ഞാൻ കണ്ടത്. ഒരു 3 ഓഫ് സോർട്സ്. ശരിയാണ്, നിങ്ങൾക്കുള്ള മെസ്സേജ് ആണെന്നാണ് തോന്നുന്നത്. ഹാർട്ട് ബ്രേക്കിൻ്റെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിരിക്കും. ഞാൻ ഇത്ര നേരം ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോഴാണ് കണ്ടത്. സോ ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു മെയിനായിട്ട് സിറ്റുവേഷനിൽ എനിക്ക് ഹാർട്ട് ബ്രേക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഈ കാർഡ് ഈ ഡെക്കിലെല്ലാം ഞാൻ ഐ തിങ്ക് എടുത്തു വെച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. പക്ഷേ ഇതിൽ പെട്ട സ്ഥിതിക്ക് അതിന്നെന്തോ
എൻ്റെ കണ്ണിപ്പെട്ട സ്ഥിതിക്ക് ഐ തിങ്ക് നിങ്ങൾ ഈ ഒരു ഹാർട്ട് ബ്രേക്കിൽ ഇരിക്കുന്ന ഉണ്ടാവാം. ഇപ്പോൾ എനിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം, വേദന, സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും പെയിൻഫുൾ ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് കറൻ്റ്ലി 2 of Pentacles, 7 of Cups, 3 of Wands. അഗൈൻ തേർഡ് പാർട്ടിയുടെ കാര്യം തന്നെയാണ്. യെസ്, തേർഡ് പാർട്ടി കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓക്കെ വേറെയും സിറ്റുവേഷൻ ഉണ്ട്. അത് അഗൈൻ ലൈക്ക് എന്തോ ആവാം. ഇടയിൽ കണ്ടത് 6 of Cups ആയിരുന്നു, കുട്ടികളുടെ കാർഡായിരുന്നു, ഫാമിലി കാർഡായിരുന്നു. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻ ഉണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ എന്താ ബന്ധം എന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഓക്കെ, എനിത്തിങ് ഇറ്റ് ഇസ് ഓക്കെ. നിങ്ങൾ മാരീഡ്, സിംഗിൾ, വടെവർ എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് രണ്ട് സിറ്റുവേഷൻ അവർ മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. അതായത് ഒന്ന് നിങ്ങളും ഒന്ന് വേറൊരു ബന്ധം എന്ന രീതിക്കും. മെയിൻ ഫാമിലി മേ ബി കുറച്ച് പേർക്ക് ഫാമിലി ലൈക്ക് പാരൻസോ കാര്യങ്ങളോ ആയിരിക്കാം. ബട്ട് അതിനേക്കാൾ കൂടുതൽ ഇവിടെ 7 of Cups ഉണ്ട്. സോ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് തന്നെയാണ്. 3 of Wands ഉണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് ആക്ച്വലി ഒരു ഫ്യൂച്ചർ വേണം എന്ന ആഗ്രഹമുണ്ട്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നു, തേർഡ് പാർട്ടിയുടെ കാരണം, ഇൻഫ്ലുവൻസ് കാരണം എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രോബ്ലം വന്നു, നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തു, സെപ്പറേഷൻ ആയി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആക്ച്വലി റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് മുന്നോട്ട് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിനെ ഒന്ന് നമ്മൾ കോംപ്രമൈസ് കൊണ്ടുവന്ന് വീണ്ടും ശരിയാക്കണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. യെസ്, അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും വേറെ തേർഡ് പാർട്ടി ഉണ്ട്. ഒരുപാട് ഇൻഡിക്കേഷൻ, ഇതും ത്രീ ആക്ച്വലി ഇതും നമ്മൾ മൾട്ടിപ്പിൾ ജഗ്ലിംഗ് എന്ന് പറയും, ഇതും വേറെ ഓപ്ഷൻസ് എന്ന രീതിക്ക് എടുക്കും. സോ ഇത് എന്ത് കാര്യങ്ങളും ആവാം. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ വേറെ ബന്ധമാവാം, ജോലിയായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് അവർ അറ്റൻഷൻ കൊടുക്കുന്നു. ഓക്കെ, അവർ മാരീഡ് ആണെങ്കിൽ അങ്ങനെ എന്ത് തന്നെയായാലും. ഓക്കെ, സോ ഇവിടെ അവർ വേറെ കാര്യങ്ങളിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നു എന്ന രീതിക്കാണ്. 3ന്റെ എനർജി നല്ലോണം ഉണ്ട്, തേർഡ് പാർട്ടിയുടെ എനർജി വളരെ സ്ട്രോങ് ആണ്. സോ യെസ്, തേർഡ് പാർട്ടിയിൽ പക്ഷെ അവർ ആഗ്രഹം നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് വരണം, മുന്നോട്ടൊരു ഫ്യൂച്ചർ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോറി. ഓക്കെ, അഗൈൻ ന്യൂ ബിഗിനിങ് വീണ്ടും അതിനെ കാണിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്, പെയിൻഫുൾ എൻഡിങ് എന്ന രീതിക്കാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഹാർട്ട് ബ്രേക്ക് ആൻഡ് പെയിൻഫുൾ എൻഡിങ്. സോ തേർഡ് പാർട്ടി കാരണം നിങ്ങൾ തമ്മിൽ ഓൾമോസ്റ്റ് സെപ്പറേഷൻ വിട്ടുപോലെ എൻഡിങ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, നിങ്ങൾ ഹേർട്ടായി കാണാം. ഓക്കെ, തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ വിട്ട് മാറിയതായിരിക്കാം. സോ എന്തായാലും ഇവിടെ സെപ്പറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് എനിക്ക്. അതായിരിക്കും ഈ കാർഡ് ഇവിടെ ഇടയിൽ ബൈ ചാൻസ് ഒന്നും നടക്കാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ യൂണിവേഴ്സായിട്ട് ആ കാർഡ് അവിടെ വെച്ചതായിരിക്കും. സോ നിങ്ങൾ വളരെയധികം പെയിൻഫുൾ ഇപ്പോൾ ഒരു എൻഡിങ്ങിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. സെപ്പറേഷൻ കാണുന്നുണ്ട് എനിക്ക്, മാറി നിൽക്കുന്നതായിരിക്കും. പക്ഷേ അഗെയിൻ ആൻഡ് അഗെയിൻ ഒരേ കാർഡാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പോയ ആൾ തിരിച്ചു വരും. ഓക്കെ, എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെവിടെയും പോവില്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഞാൻ പറയുന്നല്ല, കാർഡ്സ് പറയുന്നതാണ്, യൂണിവേഴ്സ് പറയുന്നതാണ്. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പോയതാണ്, പക്ഷെ തിരിച്ചു വരും, ഒരു ഡൗട്ടും ഇല്ല. അവരുടെ ഇൻറ്റൻഷൻ, അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. ഈ റിലേഷൻഷിപ്പിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഇതേ വീണ്ടും ഇപ്പോഴല്ലേ ഞാൻ കണ്ടത്. സെയിം കാർഡ്സ് റിപ്പീറ്റായി വന്നു. ഞാൻ ഷഫിൾ ചെയ്തല്ലേ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ. ബട്ട് എനിവേ വരാനുള്ളതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ തമ്മിലിപ്പോൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ നിങ്ങൾ തയ്യാറല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് കോൺഫ്ലിക്റ്റ് ആണ്. കൺഫ്യൂഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തീരുമാനം എടുക്കാൻ പറഞ്ഞു കാണാം ദറ്റ് പേഴ്സണോട്, ദറ്റ് ഇനി ഇങ്ങനെ പറ്റില്ല, ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കൂ, ഇങ്ങനെ രണ്ട് ജഗ്ലിംഗ് പറ്റില്ല, രണ്ട് സിറ്റുവേഷൻ അങ്ങനെ പറ്റില്ല. മീൻസ് മാരേജ് വിട്ട് വരണം എന്ന രീതിക്ക് ആയിരിക്കില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ട സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഷൻ ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി അതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്തായിരിക്കാം. ഇവിടെ രണ്ടുപേരും പരസ്പരം ഐ തിങ്ക് നോക്കാൻ തയ്യാറല്ല. ഓക്കെ, ഒരാൾ ഇങ്ങനെ നേരെ നോക്കി നിൽക്കുന്നുണ്ട്, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ രണ്ടുപേരും ഐ തിങ്ക് നിങ്ങളുടെ നമ്മൾ പറയില്ലേ
ഒരാളുടെ ഭാഗം മറ്റേ ആൾ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. അത് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ഓക്കെ, ചില സമയത്ത് അങ്ങനെ ആയിപ്പോവും. കോൺഫ്ലിക്റ്റ് വളരെ സ്ട്രോങ് കോൺഫ്ലിക്റ്റ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു കലഹം വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിച്ച് കാണും. കാരണം 3 സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. വാക്കുകളുടെ കാര്യമാണ്, വാക്ക്, ചിന്ത. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നതും തന്നെ നിങ്ങൾ പറയുന്നതും തന്നെ എല്ലാം വളരെ ഷാർപ്പായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവും. വേദനിപ്പിക്കുന്ന തരത്തിൽ തന്നെ പറയുന്നുണ്ടാവും. കാരണം അത്രയും വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളും റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും ആരെയും ഞാൻ കുറ്റം പറയില്ല. സോ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഐ തിങ്ക് വളരെ ഒരു മോശം അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ സോറി, മേ ബി നിങ്ങളുടെ എനർജി ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഐ എം സോറി. ഇന്ന് വരുന്ന കാര്യം ഞാൻ പറയുന്നു. ഒന്നുപോയി തേർഡ് പാർട്ടിയുമായിട്ട് എന്താണ് എന്നുകൂടി ഞാൻ ഒന്ന് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടുള്ള നോക്കിയത്. ലെറ്റ്സ് സീ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എന്താ നടക്കുന്നത് നോക്കാം. കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടുമല്ലോ. തേർഡ് പാർട്ടിയുമായിട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ. 6 of Pentacles. അതന്നെ വീണ്ടും സെയിം തിങ്. കമ്മിറ്റഡ് സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റഡ് ആണ്. മാരേജ് എന്ന രീതിക്കായിരിക്കാം. കമ്മിറ്റ്മെന്റ് കൊടുത്തതായിരിക്കാം. ചിലപ്പോൾ മാരേജ് തീരുമാനിച്ചതായിരിക്കാം. ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് തീരുമാനം എടുത്തതായിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. കമ്മിറ്റഡ് വ്യക്തിയാണ് എനിക്ക് കാണുന്നത്. ഇവിടെ 2 സിറ്റുവേഷൻ വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, സോ അവർ മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് അവർ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ എന്താ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടും കൂടി ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് മേ ബി ഒരു അട്രാക്ഷൻ കാണുന്നുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഒരു അവിടെ അറ്റ്ലീസ്റ്റ് ഒരു പീസ്ഫുള്ളായിട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ലേശം അറ്റൻഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. സോ ആ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ വന്നത്. അഗെയിൻ വീണ്ടും കൺഫ്യൂഷൻ. 2 എനർജി, 3 എനർജി നല്ലോണം വരുന്നുണ്ട്. 6ഉം ആക്ച്വലി പറയുന്നത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല എന്നാണ് കാണുന്നത് എനിക്കിപ്പോൾ. നിങ്ങളുമായിട്ട് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്ര അറ്റൻഷൻ തരുന്നില്ല. മേ ബി തേർഡ് പാർട്ടിയിലേക്ക് ആയിരിക്കാം അറ്റൻഷൻ. അതുകൊണ്ടായിരിക്കും. ഒന്നുകൂടി ഞാൻ തേർഡ് പാർട്ടിയുടെ ഭാഗം ഒന്ന്. തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇൻറ്റൻഷൻ. ഫാമിലി കാർഡ് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, 4 of Swords. ഫാമിലിയിൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ഞാൻ അതൊരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ സപ്പോസ് മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇല്ല, മാരേജ് എനർജി തന്നെയാണ് വരുന്നത്. വീണ്ടും ഫാമിലി വന്നിട്ടുണ്ട്. ഒരു കമ്മിറ്റ്മെന്റ് എനർജിയാണ് ഇവിടെ. അതായത് നിങ്ങളുടെ പേഴ്സൺ അവിടെ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ചെയ്യേണ്ട കടമയാണ്, സോ ചെയ്തേ പറ്റൂ. ഓക്കെ, ആ തരത്തിലായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടാവാം. അത് മേ ബി തേർഡ് പാർട്ടി ആയിരിക്കാം. തേർഡ് പാർട്ടി അവരെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. മേ ബി തേർഡ് പാർട്ടി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് വല്ലതും പ്രോബ്ലം വന്നാണോ, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, സോ ഇവിടെ തേർഡ് പാർട്ടി നിങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനെ വാച്ച് ചെയ്യുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഓക്കെ, അവിടുന്ന് വിട്ടുമാറാനാണ് ആഗ്രഹിക്കുന്നത്. സൈലന്റ് ആയിട്ടാണ് അവിടെ. ആക്ച്വലി അവിടെ ഇപ്പോൾ വലിയ ഹാപ്പിനെസ് ഒന്നും അല്ല എനിക്ക് കാണുന്നത്. പക്ഷെ നമ്മൾ പറയില്ലേ, ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ശരി, നിങ്ങളോട് ഇനി ഫ്യൂച്ചർ എന്തായിരിക്കുന്നു ലാസ്റ്റ് എടുക്കാം. ഓക്കെ, നിങ്ങളോട് ഇനി ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇതിപ്പോൾ നിങ്ങളുമായിട്ടുള്ള വഴക്കല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയുടെ കാരണം വരുന്ന, തേർഡ് പാർട്ടിയുടെ മീൻസ് അവിടെ എന്തെങ്കിലും വരുന്ന കോൺഫ്ലിക്റ്റിന്റെ കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, ജസ്റ്റ് അതായിരിക്കാം ചിലപ്പോൾ ഒരു ഇൻഡിക്കേഷൻ കുറച്ച് പേർക്ക്. നിങ്ങളുമായിട്ട് ഫ്യൂച്ചർ എന്തായിരിക്കും, നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോറി, ഡബിൾ ഇൻഫ്ലുവൻസ്. ഓക്കെ, കുറച്ചൊരു സെപ്പറേഷൻ്റെ പീരീഡ് ആണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ. ഓക്കെ, സെപ്പറേഷൻ പീരീഡ് ഉണ്ട്, വിഷമമുണ്ട് നിങ്ങളെ വിട്ടു നിൽക്കുന്നതിന്. ഹാപ്പി ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. കുറച്ച് പേർക്ക് നമ്മളെ സൊസൈറ്റി, റൂൾസ്, ഫാമിലി, കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഹൈറോഫൻ്റ് മാരേജിൻ്റെ കാർഡാണ്. സോ ട്രഡീഷൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് എന്ന് പറയില്ലേ, അവർക്കത് വിട്ട് കളയാൻ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടുന്ന് വിട്ട് മാറാനൊക്കെ മനസ്സിലൊക്കെ അവർക്ക് ശരിക്കും അതിൽ നിന്ന് വോക്കവേ ചെയ്യണം എന്നാണുള്ളത്. പക്ഷെ സാധിക്കില്ല. ഓക്കെ, സോ ഇവിടെ എനിക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു കടമകളിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ടിരിക്കുന്ന അവർക്ക് വിഷമമുണ്ട്. അവർക്ക് വേറെ ഒന്നിലും താല്പര്യമൊന്നുമില്ല എന്ന് തന്നെയാണ്. പക്ഷേ അഗെയിൻ ഡബിൾ എനർജി ഉണ്ട് ഇവിടെ. സോ ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിനെ യുനോ അവിടെ കൺട്രോൾഡ് ആയിരിക്കാം. ഓക്കെ, കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവർ സ്റ്റക്കാണ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നിങ്ങളോടുള്ള ഫീലിങ്സ് ക്വീൻ ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് എനിക്ക് കാണുന്ന. ഒരു കാര്യം ചെയ്തിൽ നിന്ന് ഔട്ട്കം എടുക്കാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ഈ ഡെക്കിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് സിറ്റുവേഷൻ്റെ
ഗൈഡൻസ് അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഒരല്പം സെപ്പറേഷൻ്റെ എനർജി ആണെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഓക്കെ ഓക്കെ. ടെക്സ്റ്റ് മെസ്സേജ് വെരി ഗുഡ്. കോപ്പറേഷൻ വെരി ഗുഡ്. അറിയുക ഇതിൽ 2 ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഒരേ കാർഡാണ് റിപ്പീറ്റേഷൻ. വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് ഡബിൾ കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. നമുക്ക് ഇതിൽ വേറെ കാർഡ്സ് റിപ്പീറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഒബ്സ്റ്റക്കിൾ ഒന്നുകൂടി ലാസ്റ്റ് സ്കാർഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇൻസെക്യൂർ ആണ് എന്നാണ് കാണുന്നത്. യു ആർ ടു ഗുഡ്, ഹീ ഈസ് ഇൻസെക്യൂർ. ഓക്കെ, എപ്പോഴും ശരി, നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ താഴ്ത്തി പറയും. ഓക്കെ, ഞാൻ പോരാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എനിക്കാണ് പ്രശ്നം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നിങ്ങളെപ്പോഴും അവനവനെ നിങ്ങൾ കുറ്റം പറയും. ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെ ശരിക്കും കരുതുന്നത് ഒരു വളരെ ഹൈ പൊസിഷനാണ് നിങ്ങൾക്ക് തരുന്നത് അവർ. ഓക്കെ, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അവരെ അത്രയും സ്നേഹം കൊടുത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അവർ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അവർ ഇൻസെക്യൂർ ആണ് ശരിക്കും. അവർക്ക് നിങ്ങൾ അവരെ വിട്ടുപോകുക എന്നുള്ള ഒരു വിഷമമാണ് അവരുള്ളിൽ. ഞാൻ പറഞ്ഞില്ല, അവർ നിങ്ങളെ നഷ്ടപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, വിഷമമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും. ഇവിടെ മെസ്സേജ് വരും എന്ന രീതിക്ക് നമുക്ക് 2 ഡബിൾ കൺഫർമേഷൻ ഉണ്ട്. ഐ ഓഫൻ പേ അറ്റൻഷൻ ടു യു, ലെറ്റ്സ് ഡിസ്കസ് അവർ ഇഷ്യൂസ് ആൻഡ് മൂവ് ഫോർവേഡ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരും, സംസാരം വരും. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും വരും. ആൻഡ് കോപ്പറേഷൻ ഉണ്ട്. ഓക്കെ, കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക. ലവ് ഗ്രോസ് വെൻ ദർ ഇസ് കോപ്പറേഷൻ ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്. നിങ്ങൾ പരസ്പരം ഐ തിങ്ക് ഒരു സംസാരം വരും. നിങ്ങൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ യെസ്, സംതിങ് ഈസ് ഹോൾഡിംഗ് ദം ബാക്ക്, ബട്ട് യുവർ പേഴ്സൺ വിൽ റിലീസ് ദംസെൽസ് ആൻഡ് കം ടു യു. ഞാൻ ഇവിടെ ആക്ച്വലി പറഞ്ഞില്ലേ, അവർ അതിൽ നിന്ന് വോക്ക് അവേ ചെയ്യും. ഓക്കെ, അവർ എന്താണോ തടസ്സം വരുന്നത്, എന്താണോ തടസ്സം നിൽക്കുന്നത്, അതിൽ നിന്ന് അവർ വിട്ട് മാറി പുറത്ത് വരും. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരും എന്ന് തന്നെയാണ് കാണുന്നത്. മെസ്സേജുമായിട്ട് വരും, സംസാരിക്കും, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് അവർ ബിൽഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. ഓക്കെ, ആൻഡ് ദേ ആർ സെക്കൻഡറി. ഓൾവേസ് പുട്ട് യുവർ സെൽഫ് ഫസ്റ്റ്. സി, നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് സെൽഫ് ലവിലേക്ക് വരാനാണ്. ഓക്കെ, നിങ്ങളെപ്പോഴും, ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പേഴ്സണിന് നിങ്ങളെ മേലെ സ്ഥാനം കൊടുക്കരുത് ഒരിക്കലും. ഓക്കെ, നിങ്ങളുടെ ഒപ്പമായിട്ട് കണ്ടോളൂ, വിരോധമില്ല. ഓക്കെ, ബട്ട് ഒരിക്കലും അവർ മേലെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അവിടെയാണ് നിങ്ങളൊക്കെ എല്ലാവരും തെറ്റ് ചെയ്യുന്നത്, അവിടെയാണ്. ഓക്കെ, നമ്മളുടെ മേലെ എപ്പോഴും നമുക്കൊരു ദൈവത്തിന് മാത്രമേ ഒരു സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ബാക്കി എല്ലാവരും നമ്മളുടെ ഒപ്പമാണ്. ഓക്കെ, ആരും താഴെയൊന്നും കണക്കാക്കണ്ട, മേലെയൊന്നും കണക്കാക്കണ്ട. ഓക്കെ, എല്ലാവരും നമ്മളുടെ ഒപ്പമാണ്. ഞാൻ എങ്ങനെയാണോ, ഞാൻ എന്താണോ അതേപോലെയാണ് മറ്റേ വ്യക്തിയും. ഓക്കെ, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരേപോലെയാണ്. ഓക്കെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ആ ലെവലിൽ നിൽക്കാം. ഹീൽ ഫ്രം പാസ്റ്റ് വൂൺസ് റിലേറ്റഡ് ടു റിലേഷൻഷിപ്സ് ബിഫോർ വെൽക്കമിങ് ദ റൈറ്റ് പേഴ്സൺ. ഇത് ആക്ച്വലി സിംഗിൾസിനുള്ള ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ സിംഗിൾസിന് കൂടി ഇത് അഡ്വൈസ് ആയിട്ട് പറയാം. അഗെയിൻ, ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളോടായാലും റിലേഷൻഷിപ്പിലുള്ളവരായാലും സിംഗിൾ ആയാലും നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പാസ്റ്റിൽ പല കാര്യങ്ങളും അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക. ഓക്കെ, ഒരു കോ ഡിപ്പെൻഡൻസി എനർജിയിലേക്ക് പോവാതിരിക്കുക. അതാണ് മെയിനായിട്ട്. ഓക്കെ, കോ ഡിപ്പെൻഡൻസിയിലേക്ക് പോവാതിരിക്കാം. ആൻഡ് ഹീൽ ഫ്രം പാസ്റ്റ് വോൺസ് എന്നുള്ളതാണ് ഇവിടെ. നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാം മെയിനായിട്ട്. ഓക്കെ, അഗെയിൻ സിംഗിൾസ് ആണെങ്കിലും ശരി, നിങ്ങൾക്കും ഞാൻ അതേ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ റിലേഷൻഷിപ്പിൻ്റെ വേദന അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്സ്, നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ നിങ്ങൾ ഹീലായ ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൈറ്റ് വ്യക്തി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് മെസ്സേജ് പറയുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി വന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കാം. നിങ്ങൾ ശ്രമിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ യെസ്, 2 പേർക്കും ഇവിടെ റിയൂണിയൻ എന്ന രീതിക്ക് നമുക്ക്. ഓക്കെ, എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക. സിറ്റുവേഷൻസ് പലതും നടക്കും, അതൊക്കെ മാറി വരും, ചേഞ്ചസ് വരും. ഓക്കെ, എനിക്ക് ഇപ്പോൾ വേറെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഓക്കെ, തൽക്കാലം നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലോണം, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.